എല്ലാ പേർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചൊരയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടിവിടെ ചെറിയൊരു ചൊരയ്ക്ക എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചൊരയ്ക്ക എന്നാണോ പറയുന്നത്? ചിലരൊക്കെ ഇതിന് കഴുത്തങ്ക എന്നൊക്കെയാണ് ചില നാടുകളിൽ പറയുന്നത്. അപ്പം നമുക്കിനി ഈ ചൊരയ്ക്ക ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് എടുക്കണം. ഇതാ ഞാനിപ്പോൾ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തെ തൊലിയില്ലേ അതൊന്ന് ചെത്തിക്കളയണം. ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കണം. കണ്ടോ? ഇനി നമുക്കിത് മുഴുവനും ചെത്തി എടുക്കാം. കണ്ടോ? എളുപ്പം തന്നെ ഇതിൻ്റെ തൊലി അങ്ങ് ചെത്തിക്കളയാവേ. ഒരുപാട് മുറ്റിയതാണെങ്കിൽ പാടാണ്. ഇതിപ്പോൾ ലേശം ഇത്തിരി മുറ്റിയിട്ടുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഞാൻ രണ്ട് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിക്കണം. ഇത് പിഞ്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് മുറിഞ്ഞു പോരും. ഇത് ഇത്തിരി അകത്തെ കുരുവ് ഇത്തിരി ഒന്ന് മൂത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് മുറിക്കാൻ ഇത്തിരി പാട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അകത്തെ ഇതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ആ കുരു അങ്ങ് എടുത്ത് കളയണേ. എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. മെഴുക്കുവരട്ടിക്ക് ഇങ്ങനെ ഇതുപോലെ കനം കുറച്ച്, ഒരുപാട് കനം കൂടാനും പാടില്ല, കനം കുറയാനും പാടില്ല. അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് ഞാൻ കഴുകി എടുത്ത് വെച്ചു. ഇനി ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കാന്താരിമുളകും ഉപ്പും വെളിച്ചെണ്ണയും മതി. അപ്പോൾ നമുക്കിനി ഈ കാന്താരിമുളക് ഇതിലേക്കൊന്ന് കീറിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 5 എണ്ണയെ ചേർക്കുന്നുള്ളൂ, കാരണം ഒരുപാട് എരിവുള്ള കാന്താരിമുളകാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൊരയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല. ഇതൊന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം മൂടിയൊക്കെ വെച്ച് അടച്ച് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. അപ്പം ഒരു ശകലം പോലും വെള്ളം ഒഴിക്കരുത്. ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ വേണം ഇത് വേകാനായിട്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് വേകുവേ, ഒരുപാട് വേവൊന്നുമില്ല. നമുക്കൊന്നും കൂടെ നോക്കാം. ഒന്ന് ഇളക്കി നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളമയമുണ്ട്, വെള്ളനനമുണ്ട്. ആ വെള്ളമയം നമുക്ക് വേണം, കാരണം ചോറിൻ്റെ അറ്റത്ത് വയ്ക്കുമ്പോഴത്തേനും ഈ ചൊരയ്ക്കയുടെ ഒരു വെള്ളമയം ഉള്ളത് നല്ലതാണ്. നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഞാൻ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ചൊരയ്ക്കയ്ക്ക്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിനി ഈ ഗ്യാസൊക്കെ അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്കൊന്ന് കോരി വയ്ക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ ഈ ചൊരയ്ക്ക മെഴുക്കുവരട്ടി ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. നല്ലൊരു ടേസ്റ്റാണ്. ആ ചൊരയ്ക്കയുടെ ഒരു വെള്ള നനവും ആ വെളിച്ചെണ്ണയുടെ ഒരു നനവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.